خدا رد اما بچه رو بگیر بگیر خدا رو شد نتونست بگیر. Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഷോക്കിംഗ് വീഡിയോ, ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ. ഈഗിൾ ട്രൈസ് ടു സ്നാച്ച് ചൈൽഡ്. ഈഗിൾ ട്രൈസ്, ഈഗിൾ എന്നാൽ പരുന്ത്, ട്രൈസ് എന്നാൽ ശ്രമിക്കുന്നു. ഇവിടെ ഇത് പ്രസൻറ്റ് ടെൻസിലാണ്, ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വായിക്കണം: ഈഗിൾ ട്രൈഡ്, ഒരു പരുന്ത് ശ്രമിച്ചു, ടു സ്നാച്ച് ചൈൽഡ്. സ്നാച്ച് എന്നാൽ അർത്ഥം തട്ടിയെടുക്കുക എന്നാണ് അർത്ഥം, തട്ടിപ്പറിക്കുക. ഈഗിൾ ട്രൈഡ് ടു സ്നാച്ച് ചൈൽഡ്, ഒരു പരുന്ത് ഒരു കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ബൈസ്റ്റാൻഡേഴ്സ് ക്വിക്ക് ആക്ഷൻ സേവ്സ് ദ ചൈൽഡ്. ബൈസ്റ്റാൻഡേഴ്സ്, ബൈസ്റ്റാൻഡർ എന്നാൽ കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. ബൈസ്റ്റാൻഡേഴ്സ് കാഴ്ചക്കാരൻ്റെ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ക്വിക്ക് ആക്ഷൻ, ക്വിക്ക് എന്നാൽ പെട്ടെന്നുള്ള, ആക്ഷൻ എന്നാൽ പ്രവൃത്തി, പെട്ടെന്നുള്ള ആ കാഴ്ചക്കാരൻ്റെ പ്രവൃത്തി സേവ്സ് ദ ചൈൽഡ്, കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം, സേവ്ഡ് എന്ന് വായിക്കണം. ആ കാഴ്ചക്കാരൻ്റെ പ്രവൃത്തി സേവ്ഡ് ദ ചൈൽഡ്, കുട്ടിയെ രക്ഷപ്പെടുത്തി. ഒരു പരുന്ത് കുട്ടിയെ തട്ടി എടുക്കാൻ ശ്രമിച്ചു, കാഴ്ചക്കാരൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. എ ഈഗിൾ നോൺ ഫോർ ബീയിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ ഹണ്ടേഴ്സ്. എ ഈഗിൾ ഈസ് നോൺ ഫോർ, ഒരു പരുന്ത് അറിയപ്പെടുന്നു, ഫോർ ബീയിങ് ആയിരിക്കുന്നതിന്, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എന്താണ്, അപകടകാരികളിൽ ഒരു അപകടകാരിയായിട്ടുള്ള ഒരു പക്ഷിയാണ്. ആൻഡ് പവർഫുൾ ഹണ്ടേഴ്സ്, ശക്തരായിട്ടുള്ള വേട്ടക്കാരുമാണ്. അതിൽ ഒരു പരുന്ത് അറിയപ്പെടുന്നു. പൊതുവെ പരുന്തുകൾ അതിന് അറിയപ്പെടുന്നു. എന്തിന്? അവർ വളരെ അപകടകാരികളായിട്ടും അതുപോലെ ശക്തരായിട്ടുള്ള വേട്ടക്കാരായിട്ടും അവരെ അറിയപ്പെടുന്നു. അങ്ങനെ ആയിരിക്കുന്നതിനാൽ അവർ അങ്ങനെ അറിയപ്പെടുന്നു. കേപ്പബിൾ ഓഫ് പ്രേയിങ്, കേപ്പബിൾ എന്നാൽ കഴിവുള്ള, ശേഷിയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. പ്രേ എന്നാൽ പിടിച്ചു തിന്നുക, പ്രേയിങ് പിടിച്ചു തിന്നുന്നതിന് കേപ്പബിൾ ഓഫ് പ്രേയിങ്. ഇരകളെ പിടിച്ചു തിന്നുന്നതിന് കഴിവുള്ളവരാണ്. ഓൺ എനിമൽസ്, അതുപോലെ എന്താണ്, മൃഗങ്ങളെ ഇര പിടിച്ച് കഴിക്കാൻ കഴിവുള്ളവരാണ്. ഫാർ ലാർജർ ദാൻ ദ മോസ്റ്റ് ബേർഡ്സ്, ഒട്ടുമിക്ക മറ്റുള്ള പക്ഷികളെക്കാട്ടിലും എന്താണ്, ഈ പരുന്തുകൾ ഇരകളെ പിടിച്ചു തിന്നാൻ കഴിവുള്ളവരാണ്. ഇറ്റ്സ് ക്ലോസ്, ക്ലോ എന്നാൽ അർത്ഥം നഖം എന്നാണ് അർത്ഥം, ഇരപിടി ജന്തുക്കളുടെ കാൽനഖം. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ ഈ പരുന്തുകളുടെ നഖങ്ങൾ. ആൻഡ് വിങ്സ്, ചിറകുകളും, അതിൻ്റെ നഖങ്ങളും ചിറകുകളും. ഗിവ് ഇറ്റ്, അതിന് നൽകുന്നു. ഇമെൻസ് സ്ട്രെങ്ത്, ഇമെൻസ് എന്നാൽ അർത്ഥം ധാരാളമായ, അതിരില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം, വളരെയധികം. സ്ട്രെങ്ത് എന്നാൽ ശക്തി, അതിൻ്റെ നഖങ്ങളും ചിറകുകളും വളരെയധികം ശക്തി നൽകുന്നു. അലോവിങ്, അനുവദിക്കുന്നു അല്ലെങ്കിൽ കഴിവ് നൽകുന്നു. ടു ക്യാരി ഓഫ് ലാർജ് പ്രേ, ക്യാരി ഓഫ് എന്നാൽ വഹിച്ചു കൊണ്ടുപോകുക. പ്രേ ആൻഡ് ഈവൻ സ്മോൾ ചിൽഡ്രൻ, പ്രേ എന്നാൽ ഇരകളെയും ചെറിയ കുട്ടികളെപ്പോലെയും അവകൾക്ക് വഹിച്ചു കൊണ്ടുപോകാൻ, പിടിച്ച് പറന്നു കൊണ്ടുപോകാൻ അവറ്റകളുടെ നഖങ്ങളും ചിറകുകളും അവറ്റകൾക്ക് ഒരുപാട് കഴിവ് നൽകുന്നു. ഇമെൻസ് സ്ട്രെങ്ത്, വളരെയധികം കഴിവ് നൽകുന്നു. എ വൈറൽ വീഡിയോ സർക്കുലേറ്റിംഗ് ഓൺ എക്സ്, എക്സ് എന്നാൽ ഫോർമേലി ട്വിറ്റർ, മുമ്പത്തെ ട്വിറ്റർ, അതിൻ്റെ പുതിയ പേരാണ് എക്സ്. ഒരു വീഡിയോ എക്സിൽ വൈറലായി. ഹാസ് ടേൺ വ്യൂവേഴ്സ്, സ്റ്റൺ എന്നാൽ ആശ്ചര്യപ്പെടുത്തുക, ഹാസ് ടേൺസ് വ്യൂവേഴ്സ്. ആ വീഡിയോ, ആ വൈറലായിട്ടുള്ള വീഡിയോ കാഴ്ചക്കാരെ ആശ്ചര്യപ്പെടുത്തി. ഷോവിങ്, ആ വീഡിയോ കാണിക്കുന്നു. എ ചില്ലിംഗ് മൊമെൻറ്റ്, ചില്ലിംഗ് എന്നാൽ വിറപ്പിക്കുന്ന, ഊഷ്മളയില്ലാത്ത, ഇവിടെ വിറങ്ങലിച്ച എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിലുള്ള ഒരു നിമിഷം അത് കാണിക്കുന്നു. വേർ, ആ വീഡിയോയിൽ. ആൻ ഈഗിൾ, ഒരു പരുന്ത്. അറ്റംപ്റ്റ്സ്, ശ്രമിക്കുന്നു. ടു ഗ്രാബ് എ ചൈൽഡ്, ഒരു കുട്ടിയെ
തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഗ്രാബ് എന്നാൽ തട്ടിയെടുക്കുക. ഒരു പരുന്ത് ഒരു കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നു. നിയർ എ വാട്ടർ ബോഡി. വാട്ടർ ബോഡി എന്നാൽ അർത്ഥം ജലാശയം എന്നാണ് അർത്ഥം. ഒരു ജലാശയത്തിനടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ ആ പരുന്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നു. ആ വീഡിയോ എന്താണ്? ചില്ലിങ് മൊമെൻ്റ് ആണ്. ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിറങ്ങലിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. ദ ഫുട്ടേജ്. ആ വീഡിയോ ഷെയർഡ് ബൈ. ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു. ഇൻ്റർജിത്ത് ബറാക്ക്. ഇദ്ദേഹമാണ്, ഈ ഐഡിയയിൽ നിന്നാണിത് ഷെയർ ചെയ്യപ്പെട്ടത്. ക്യാപ്ചേഴ്സ് ദ ടെൻസ് സീൻ. ക്യാപ്ചേഴ്സ് പിടിക്കുന്നു, വീഡിയോ പിടിക്കുന്നു. ദ ടെൻസ് സീൻ. ടെൻസ് എന്നാൽ പ്രക്ഷുബ്ധമായ ആ രംഗം ഈ വീഡിയോ പിടിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ദ്രജിത്ത് ബാർക്ക് എന്നു പേരുള്ള ഈ ഐഡിയയിൽ നിന്നാണ് ഈ ദൃശ്യം ഷെയർ ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം ഇത് പിടിക്കുന്നു. എത്തരത്തിലുള്ള ഈ ടെൻസ് സീൻ, പ്രക്ഷുബ്ധമായിട്ടുള്ള ഈ രംഗം പിടിച്ചു. ഇൻ ദ ക്ലിപ്പ്. ഈ വീഡിയോയിൽ ദ ഈഗിൾ ഈസ് സീൻ. പരുന്തിനെ കാണപ്പെടുന്നു. ദ ഈഗിൾ ഈസ് സീൻ. പരുന്തിനെ കാണപ്പെടുന്നു. സോറിങ് എബോ. സോറിങ് എന്നാൽ കുതിച്ചുയരുന്നതായിട്ട്, എബോ എന്നാൽ മുകളിലൂടെ പറന്ന് ഉയരുന്നതായിട്ട് കാണുന്നു. വൈൽ അതേസമയം എ സ്മോൾ ചൈൽഡ് സ്റ്റാൻഡ്സ് നിയർ ദ വാട്ടർ. വൈൽ അതേസമയം എ സ്മോൾ ചൈൽഡ് ഒരു കുട്ടി സ്റ്റാൻഡ്സ് നിൽക്കുന്നു നിയർ ദ വാട്ടർ വെള്ളത്തിനടുത്തായിട്ട്, ജലാശയത്തിനടുത്തായിട്ട്. അതേസമയം ആ കുട്ടി നിൽക്കുന്നു, പരുന്തിനെ കുതിച്ച് പറന്നുയരുന്നതായിട്ട് കാണുന്നു. ദ ബേർഡ് പക്ഷി വിത്ത് പ്രെഡിറ്ററി ഇൻസ്റ്റിങ്സ്. പ്രെഡിറ്ററി എന്നാൽ ഇര പിടിച്ച് തിന്നുന്ന എന്നുള്ള അർത്ഥമാണ്. കവർച്ച സ്വഭാവമുള്ള, ഇവിടെ ഇര പിടിച്ച് തിന്നുന്ന എന്നാണ് അർത്ഥം. ഇൻസ്റ്റിങ്ക്റ്റ് എന്നാൽ ജന്തുധർമ്മം, സഹവാസന, സഹജവാസന, ഇതൊക്കെയാണ് അർത്ഥം. അന്തർജ്ഞാനം. അതിൻ്റെ ഇര പിടിച്ചു തിന്നുന്ന സഹജവാസനകൾ. ലോക്സ് ഇറ്റ്സ് ഐസ്. അതിൻ്റെ കണ്ണുകൾ അത് ഇറുക്കുന്നു, ആ ഇരയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓൺ ദ ചൈൽഡ്. ആ കുട്ടി, ഇവിടെ ഇര കുട്ടിയാണ്, ആ കുട്ടിയുടെ നേർക്ക് അതിൻ്റെ കണ്ണുകൾ ഇറുക്കുന്നു. ആൻഡ് സ്വൂപ്സ് ഡൗൺ വിത്ത് ഇൻക്രെഡിബിൾ സ്പീഡ്. സ്വൂപ്പ് എന്നാൽ തട്ടിയെടുക്കുക, കുട്ടിയെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പറക്കുന്നു. വിത്ത് ഇൻക്രെഡിബിൾ സ്പീഡ്. ഇൻക്രെഡിബിൾ എന്നാൽ ഭയങ്കരമായ എന്നാണ് അർത്ഥം. സ്പീഡ് എന്നാൽ വേഗത, വളരെ ശക്തമായ വേഗതയിൽ അത് താഴേക്ക് ആ കുട്ടിയെ തട്ടിയെടുക്കാൻ പറക്കുന്നു. അതിൻ്റെ കണ്ണുകൾ അത് ആ കുട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇൻക്രെഡിബിൾ എന്നാൽ മറ്റൊരർത്ഥം അവിശ്വസനീയമായ എന്നാണ് അർത്ഥം, വിശ്വസിക്കാൻ പ്രയാസമായ. അത്തരത്തിലുള്ള വേഗതയിൽ അത് താഴേക്ക് പറക്കുന്നു. ഇറ്റ് സ്ട്രെച്ച് ഔട്ട്. സ്ട്രെച്ച് ഔട്ട് എന്നാൽ നീട്ടുക എന്നാണ് അർത്ഥം. ടാലൻ എന്നാൽ പക്ഷി നഖം, പക്ഷികളുടെ നഖങ്ങൾ എന്നാണ് അർത്ഥം. അത് അതിൻ്റെ നഖങ്ങൾ നിവർത്തുന്നു. റെഡി തയ്യാറാകുന്നു. റെഡി ടു സീസ് ദ ചൈൽഡ്. സീസ് എന്നാൽ തട്ടിയെടുക്കുക, പിടിക്കുക, ആ കുട്ടിയെ പിടികൂടാൻ വേണ്ടിയിട്ട് അത് തയ്യാറാകുന്നു. അത് അതിൻ്റെ നഖങ്ങൾ നീട്ടുന്നു. മച്ച് ലൈക്ക് ഇറ്റ് വുഡ് വിത്ത് ഗോഡ്സ് ഓർ ലാർജ് ഫിഷ്. അത് വലിയ ആടുകളെയോ അതല്ലെങ്കിൽ വലിയ മത്സ്യങ്ങളെയോ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അതിന് അത് തയ്യാറാകുന്നു. ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ. മറ്റൊരർത്ഥം ദൈവാധീനത്താൽ. ഇതൊക്കെയാണ് അർത്ഥം. ദൈവാധീനത്താൽ. എ നിയർ ബൈ ബൈസ്റ്റാൻഡർ ഒരു അടുത്തുള്ള ഒരു കാഴ്ചക്കാരൻ. നോട്ടീസസ് ദ ഇംപെൻഡിങ് ഡേഞ്ചർ. നോട്ടീസസ് ശ്രദ്ധിക്കുന്നു. ദ ഇംപെൻഡിങ് ഡേഞ്ചർ. ഇംപെൻഡിങ് എന്നാൽ ആസന്നമായ, സമീപിച്ചിരിക്കുന്ന അടുത്തെത്തി നിൽക്കുന്ന ആ അപകടം, ആ അടുത്തു നിൽക്കുന്ന ബൈസ്റ്റാൻഡർ കാഴ്ചക്കാരൻ ശ്രദ്ധിക്കുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നു. ആക്ടിങ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി എന്നാൽ വേഗത്തിൽ, ആക്ടിങ് എന്നാൽ പ്രവർത്തിക്കുന്നു, അദ്ദേഹം പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. ദ മാൻ ആ പുരുഷൻ ഗ്രാബ്സ് ദ ചൈൽഡ് കുട്ടിയെ എടുക്കുന്നു, കുട്ടിയെ പിടികൂടുന്നു. ജസ്റ്റ് ഇൻ ടൈം ആ കുട്ടിയെ എടുത്തു മാറ്റുന്നു. ഇൻ ടൈം എന്നാൽ കൃത്യസമയത്ത്. ആൻഡ് റൺസ് ടു സേഫ്റ്റി എന്നിട്ട് അദ്ദേഹം സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടുന്നു. അദ്ദേഹം
കൃത്യസമയത്ത് വേഗത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് യഥാസമയം നീങ്ങി. പ്രിവെൻറ്റിംഗ് വാട്ട് കുഡ് ഹാവ് ബീൻ എ ട്രാജിക് ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ട്രാജിക് എന്നാൽ ദാരുണമായ, പ്രിവെൻറ്റിംഗ് എന്നാൽ തടയുന്നു. പ്രിവെൻറ്റിംഗ് വാട്ട് കുഡ് ഹാവ് ബീൻ എ ട്രാജിക് ഇൻസിഡൻറ്റ്. എന്തായിരുന്നു ആ ദാരുണമായിട്ടുള്ള സംഭവം, ആ നടക്കേണ്ടിയിരുന്ന ദാരുണമായിട്ടുള്ള സംഭവം എന്താണ്? ആ സംഭവത്തെ അദ്ദേഹം തടയുന്നു.